ഈ ദിവസം ചെറുപ്പത്തിലൊക്കെ ഞങ്ങൾ ഒരുപാട് കാത്തിരുന്ന് കിട്ടുന്ന ഒരു അവസരമാണ് അച്ഛൻ്റെ അവിടുത്തെ പെരുന്നാൾ. അച്ഛൻ്റെ അവിടുത്തെ മാത്രമല്ല, എല്ലാ വല്യമ്മച്ചിമാരുടെ വീട്ടിലേക്കുള്ള പെരുന്നാളിന് വേണ്ടിയിട്ട് ആ ഡേറ്റ് നോക്കിയിരിക്കും. ശരിക്കും ആ ഒരു കാലഘട്ടത്തിൽ ഒരു വലിയ ആഘോഷം ഈ പെരുന്നാളുകൾ മാത്രമായിരുന്നു. ഞങ്ങൾ മാത്രം മലപ്പുറത്ത് സെറ്റിൽഡ് ആയിരുന്നു, ബാക്കി എല്ലാവരും തൃശ്ശൂർക്കാരായിരുന്നു. അപ്പം അവർക്ക് പരസ്പരം കാണാനും ഇടയ്ക്കൊക്കെ ആഘോഷങ്ങളിൽ പങ്കെടുക്കാനും പറ്റിയിരുന്നു. ഞങ്ങൾ പെരുന്നാളുകൾക്ക് മാത്രമാണ് അവിടെ നിന്ന് വരിക. ഞങ്ങളുടെ ആ ഒരു സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു അഡിക്ഷൻ കൂടെയായിരുന്നു പെരുന്നാൾക്ക് പോവുക, അച്ഛൻ്റെ അവിടേക്ക് പോവുക, വല്യമ്മച്ചിമാരുടെ വീട്ടിലേക്ക് പോവാന്നൊക്കെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെരുന്നാളിൻ്റെ തലേന്ന് ഞങ്ങൾ എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് ഉറങ്ങാറ് പോലുമില്ല. വളരെ കുറച്ച് നേരത്തെ ഒരു ആഘോഷമാണ് ഉണ്ടാവുക. പക്ഷെ എന്നാലും ഞങ്ങൾ 10 പേരാണ് കസിൻസ്. ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് വർത്തമാനം പറഞ്ഞ് തമാശ പറഞ്ഞ് അവസാനം അതൊരു തല്ലുകൂട്ടത്തിലോ ബഹളത്തിലൊക്കെ ആയിരിക്കും അവസാനിക്കുക. പക്ഷെ എന്നാലും ആ ഒരു മൊമെൻ്റ് ഭയങ്കര സ്പെഷ്യലാണ്. പക്ഷെ ഇന്ന് ആർക്കും നേരില്ല കേട്ടോ. ഈ പറയുന്ന ഞാനുൾപ്പെടെയുള്ളവർക്ക് തിരക്കാണ്, കല്യാണം കഴിഞ്ഞു, കുട്ടികളുടെ കാര്യം, ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്, നമുക്ക് ഒന്നിനൊരു ഇമ്പോർട്ടൻസ് ഇല്ല. അന്ന് പെരുന്നാൾക്ക് കിട്ടുന്ന ഐസ്ക്രീമിന് പോലും എന്തൊരു വാല്യൂ ആയിരുന്നു എന്നറിയോ. ആ ഒരു രസം ഇപ്പോൾ ഒന്നിനും ഇല്ല. ഇപ്പം അതിന് ആർക്കല്ലേ ഐസ്ക്രീമിനോടൊക്കെ ഒരു ആഗ്രഹം. പക്ഷെ അന്ന് അങ്ങനെയില്ല. അന്ന് കിട്ടുന്ന ഓരോ ഐസ്ക്രീമിനും അന്നത്തെ ഫുഡിനും അന്ന് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന രീതിക്കും വരെ ഭയങ്കര രസമായിരുന്നു. അപ്പം എങ്ങനെയാ? ബൈ ഫ്രം ജിനിയ ടോണി.